കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം. ഒരു ദൈവവചനം നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 63-ാമത്തെ തിരുവചനം. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും ആകുന്നു. പ്രിയമുള്ളവരെ, യേശു കർത്താവിൻ്റെ വചനത്തിൻ്റെ സവിശേഷത, പ്രത്യേകത ഈ വാക്യത്തിൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ പറയുന്നു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. പ്രിയമുള്ളവർ, നമ്മുടെ യേശു കർത്താവ് നമ്മളോട് പറഞ്ഞ വചനങ്ങൾ, ദൈവ വചനത്തിന് അതിനകത്ത് ജീവനുണ്ട്. ആ യേശു കർത്താവിൻ്റെ വചനം നമ്മൾ കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്യുമ്പോൾ നമ്മളിലേക്ക് ജീവൻ വ്യാപരിക്കുന്നു. നമ്മുടെ എല്ലാ മേഖലകളിലും ജീവൻ വ്യാപരിക്കുന്നു. നമ്മുടെ ആത്മീക മേഖലകളിൽ, നമ്മുടെ മാനസിക മേഖലകളിൽ, നമ്മുടെ ശാരീരിക മേഖലകളിൽ ഒക്കെ ജീവൻ നൽകാൻ കഴിയുന്ന ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന വചനം. കർത്താവ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു: ഞാൻ സംസാരിച്ച വചന നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. ആ ദൈവത്തിൻ്റെ വചനത്തിന് നമ്മളെ ശുദ്ധീകരിക്കാൻ കഴിയും. കർത്താവ് പറഞ്ഞു, വചനം അയച്ച് ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്നു. അപ്പോൾ യേശു കർത്താവിൻ്റെ വചനത്തിന് സൗഖ്യമാക്കാൻ കഴിയും. യേശു കർത്താവിൻ്റെ വചനത്തിന് നമ്മളെ ശുദ്ധമാക്കാൻ കഴിയും. യേശു കർത്താവിൻ്റെ വചനത്തിന് നമുക്ക് വിശ്വാസം നൽകാൻ, നമുക്ക് ധൈര്യം നൽകാൻ, നമ്മളെ പ്രത്യാശയോടെ ജീവിപ്പിക്കാൻ ഒക്കെ കഴിയുന്നതാണ് ദൈവത്തിൻ്റെ വചനം. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, കർത്താവ് പറയുക, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. പരിശുദ്ധാത്മാവ് ആ വചനത്തിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. വചനത്തിൽ വിശ്വസിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിക്കുന്നത്. ആത്മാവും ജീവനുമാകുന്ന വചനം. ഇന്ന് പകൽ നമുക്ക് ആ വചനത്തിൽ ഒന്ന് വിശ്വസിക്കാം, നമുക്ക് ആ വചനത്തിൽ ഒന്ന് ആശ്രയിക്കാം. ആ വചനത്തെ നമ്മൾ ആശ്രയിക്കുമ്പോൾ, ആ വചനം നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് സ്വർഗത്തിലെ ജീവൻ വരാനിടയായിത്തീരും. യേശുവിൻ്റെ ജീവൻ, യേശുവിൽ വ്യാപരിച്ച ജീവൻ, യേശുവിലുള്ള ജീവൻ, ആ ജീവൻ നമ്മളിലേക്ക് ലഭിക്കുന്നത് ദൈവവചനത്തിലൂടെയാണ്. ദൈവത്തിൻ്റെ വചനം നമ്മൾ ആത്മാർത്ഥമായി ഒന്ന് കേൾക്കുകയോ ധ്യാനിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ പ്രിയമുള്ളവർ, നമ്മൾ അറിയാതെ നമ്മുടെ അകത്തേക്ക് ജീവൻ വ്യാപരിക്കുന്നത് കാണാൻ പറ്റും, ശക്തി വരുന്നത് കാണാൻ പറ്റും, ക്ഷീണങ്ങൾ മാറുന്നത് കാണാൻ പറ്റും. വലിയ അത്ഭുതങ്ങൾ ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ വചനം നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഏത് മേഖലയിലാണോ ഒരു പുതിയ ജീവൻ വേണ്ടത്, ഒരു പുതുജീവൻ വേണ്ടത്, അത് യേശു കർത്താവ് ഇന്ന് പകൽക്കാലം ചെയ്യും. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, അങ്ങയുടെ വചനം ആത്മാവും ജീവനുമാകുന്നു. കർത്താവെ, ആത്മാവും ജീവനുമാകുന്ന ആ ദൈവവചനം ഇന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവ് വ്യാപരിക്കട്ടെ, ഞങ്ങളുടെ ബുദ്ധിയിൽ അത് വ്യാപരിക്കട്ടെ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ എല്ലാ മേഖലകളിലും അത് വ്യാപരിച്ച് വലിയ അത്ഭുതമായി തീരട്ടെ. കർത്താവിൻ്റെ എല്ലാ നിറവും ഞങ്ങൾ അനുഭവിക്കുന്നവരായി തീരാൻ ഇന്ന് പകൽക്കാലം ഞങ്ങളെ കർത്താവ് സഹായിക്കണം. യേശു കർത്താവ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ആ ദൈവ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയമുള്ളവരെ, ഇന്ന് പകലും ആ ജീവനും ആ ശക്തിയും നമ്മളെ നടത്തട്ടെ. കർത്താവിൽ ആശ്രയിക്കാം. അത്ഭുതമായി തീരാൻ നമ്മളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം.